ശ്രീലക്ഷ്മിയാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 3 ദിവസത്തെ ആർത്തവ അവധി. മുഖ്യമന്ത്രിയുടെ വമ്പൻ പ്രഖ്യാപനം. ഇതിനോട് യോജിക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ചകൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. നമുക്കിതിന്റെ പ്രായോഗിക തലം മാത്രം സംസാരിച്ചു പോകാം. നമ്മുടെ വീട്ടിലൊരു കുട്ടിക്ക് ഒരു പനിയോ ചുമയോ ജലദോഷമോ വയറുവേദനയോ എന്തെങ്കിലും ആവട്ടെ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ വന്നു എന്ന് വെക്കുക. നമ്മൾ എന്താണ് ചെയ്യുക? രാവിലെ കുറച്ച് മരുന്ന് കൊടുത്ത് നോക്കും. മരുന്ന് കൊടുത്തപ്പം സ്കൂളിൽ പോകാറാകുമ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ റെഡിയാക്കി സ്കൂളിൽ വിടും. കാരണം ഒരു ദിവസത്തെ ക്ലാസ് പോകണ്ടല്ലോ. ആ ക്ലാസ് പോയാൽ നെക്സ്റ്റ് ഡേയിൽ അത് കണ്ടിന്യൂറ്റി പോകും, തുടർച്ച പോകും. അപ്പൊ അതുകൊണ്ട് പോട്ടെ, നോട്ട്സ് ഇല്ലെങ്കിൽ പെൻഡിങ് ആവും. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മൾ പറഞ്ഞു വിടും. എന്നാൽ ആർത്തവം എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയാണോ? ആകാം, ആകാതെയും ഇരിക്കാം എന്നൊരു കാര്യം അവിടെയുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ, നോർമൽ ആയിട്ട് ഒരു പെൺകുട്ടിക്ക് 3 ദിവസത്തെ നോർമൽ ബ്ലീഡിങ്ങും ചെറിയ ശാരീരിക അസ്വസ്ഥതകളും ഒക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അത് അവളുടെ ശരീരവുമായി ബന്ധപ്പെട്ട എല്ലാ മാസവും വന്നു പോകുന്ന ഒരു പ്രക്രിയയായിട്ട് അതങ്ങ് പോകും. എന്നാൽ ചില കുട്ടികൾക്ക് അതികഠിനമായ വയറുവേദന, അതികഠിനമായ ഛർദില്, തലചുറ്റല്, ക്ഷീണം, ബ്ലീഡിങ് ഇതൊക്കെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് ആർത്തവ സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥയാണ്. അതൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഡോക്ടറുടെ കൺസൾട്ടേഷനോടുകൂടി, ഡോക്ടറുടെ അനുമതിയോടുകൂടി മെഡിസിൻസ് എടുക്കുകയോ അല്ലെങ്കിൽ അതിന്റെ വേണ്ട എക്സസൈസോ അല്ലെങ്കിൽ അതിന്റെ മാർഗങ്ങൾ അത് നോക്കുകയോ ചെയ്യേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് അത് രോഗാവസ്ഥയാവുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു മെഡിക്കൽ സ്റ്റേജ് ആണ്. ആ മെഡിക്കൽ സ്റ്റേജിലിരിക്കുന്ന കുട്ടിക്ക് ലീവ് എടുക്കാൻ മുഖ്യമന്ത്രിയുടെ അനുമതിയും സർക്കാരിന്റെ പ്രഖ്യാപനം ഒന്നും ആവശ്യമില്ല. ഈ കുട്ടിക്ക് സുഖമില്ല എന്ന് ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഉറപ്പുണ്ടെങ്കിൽ ആ കുട്ടിയെ വീട്ടിലിരുത്താം. ആ കുട്ടി വീട്ടിലിരുന്നത് സുഖമില്ലാത്തത് കൊണ്ടാണെന്ന് അച്ഛനും അമ്മയും സ്കൂളിൽ അറിയിച്ചാൽ വേറെ ഒരു തെളിവിന്റെയും ആവശ്യമില്ല. ഇനി അറ്റൻഡൻസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഈ പറഞ്ഞ കുട്ടിയുടെ രോഗാവസ്ഥയ്ക്ക് ചികിത്സിച്ച ഡോക്ടർ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കും, അറ്റൻഡൻസും ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ആർത്തവ അവധി എന്ന് പറയുന്ന ഒരു അവധി അനുവദിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അതൊരു വമ്പൻ പ്രഖ്യാപനമാണെന്നുള്ള പ്രഹസനത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് പ്രഖ്യാപനങ്ങളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി വെറുതെ തള്ളിക്കയറ്റിയ ഒന്നാണ്. പിന്നെ ഇതല്ല, ഇനിയിപ്പം പുള്ളി പറഞ്ഞതുപോലെ തന്നെയാണെങ്കിൽ, അതായത് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പോലെ തന്നെയാണെങ്കിൽ, ഈ കൊച്ചിന് സ്കൂളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആർത്തവം വന്നാൽ എന്ത് ചെയ്യും? കൊച്ചു പരീക്ഷ പകുതി എഴുതിയിട്ട് ഇറങ്ങി പോവോ? എന്നിട്ട് ഇത്രയും പിള്ളേർ എഴുതിയ പരീക്ഷ ഈ കൊച്ചിന് വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി വേറെ ഒരു സമയത്ത് ഈ കൊച്ചിനെ എഴുതിപ്പിക്കോ? അങ്ങനെ 40 പിള്ളേരുള്ള ക്ലാസ്സിൽ 40 വട്ടം പരീക്ഷ എഴുതിപ്പിക്കോ 40 പിള്ളേരെ? കാരണം ആർത്തവം എല്ലാവർക്കും ഒരേ സമയമല്ലല്ലോ. ഈ പഠിപ്പിച്ചു പോകുന്ന പോർഷൻസ് 40 പിള്ളേരുണ്ടെങ്കിൽ 40 പിള്ളേരും ക്ലാസ്സിൽ ഈ ലീവ് എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ടീച്ചേഴ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമോ? അപ്പൊ എങ്ങനെയാണ് അവർക്ക് പോർഷൻസ് തീർക്കാനുള്ള ഒരു സമയം കിട്ടുക മറ്റു കുട്ടികൾക്ക്? അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, ശ്രീലക്ഷ്മി ഇതൊരു നിർബന്ധിത അവധിയല്ല, വേണമെങ്കിൽ എടുത്താൽ മതി, വേണ്ടെങ്കിൽ എടുക്കണ്ട. നമ്മുടെ പിള്ളേരുടെ കാര്യമാണ്. അതായത് കാർമേഘം എന്ന് ചുമ്മാ വീട്ടിൽ എഴുതി വെച്ചാൽ മതി. പിള്ളേർ അപ്പം തന്നെ കളക്ടർ അങ്കിളിന്റെയും കളക്ടർ മാമന്റെയും കളക്ടർ ആന്റിയുടെയും ഒക്കെ പേജ് ചെയ്തിട്ട് നാളെ അവധി തരുമോ, അവിടെ കുഴിയാണ്, ഇവിടെ മഴയാണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങും. ഇതെല്ലാം പോട്ടെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ VS ശിവൻകുട്ടി സഖാവിന് പോയിട്ടുള്ള മെസ്സേജുകളും മെയിലുകളും നമ്മൾ കണ്ടിട്ടില്ലേ? കളക്ടേഴ്സ് മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ മന്ത്രിക്കാണ് മെസ്സേജ്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് മെസ്സേജ് അയക്കും. മന്ത്രി എപ്പൂപ്പ ഞങ്ങൾക്ക് മഴയാണ്, സ്കൂളിൽ പോകാൻ പറ്റില്ല, അവധി തരാൻ കളക്ടർ മാമനോട് പറ, കളക്ടർ ആന്റിയോട് പറ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ കുട്ടികളെന്ന് പറയുന്നത് അവധി എടുക്കാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായി യൂസ് ചെയ്യുന്ന കുട്ടികളാണ്. എന്താ നമ്മളാരും അങ്ങനെ ആയിരുന്നില്ലേ? എല്ലാ ദിവസവും ശനി ഞായറും ആയിക്കോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരല്ലേ നമ്മള്? അപ്പൊ നമ്മളെക്കാട്ടിലും വേന്ദ്രമായിരിക്കുമല്ലോ നമ്മുടെ മക്കള്. അപ്പൊ അതാണ്, അവധി കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ കുട്ടികൾ അത് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത് വളരെ കട്ടായമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മന്ത്രിയുടെ പ്രഖ്യാപനം ഒരു കുട്ടിയുടെ മെഡിക്കൽ സ്റ്റേജിന് ലീവ് എടുക്കുന്നതിന് ആവശ്യമില്ല. ഇതൊരു അനാവശ്യമായ പ്രഖ്യാപനമാണ് എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. ഇനി ഇതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു കുട്ടി ക്ലാസ്സിൽ വന്ന് ഒരു 11 മണി വരെ ഇരിക്കുമ്പോൾ കൊച്ചിനൊരു ബോധോദയം വരികയാണ്, ഇനിയിപ്പോൾ എനിക്ക് ഇരിക്കാൻ താല്പര്യമില്ല, പീരീഡ്സ് ആണെന്ന് പറയാം. ടീച്ചറിന്റെ അടുത്ത് പോയി പറയാം, ടീച്ചറെ എനിക്ക് പീരീഡ്സ് ആണ്, എനിക്ക് വീട്ടിൽ പോകണം. കുട്ടിക്ക് അനുവദനീയമായ അവധി ദിവസമാണ്, ടീച്ചറിന് പറ്റില്ല, ഇവിടെ ഇരിക്കുക എന്ന് പറയാൻ പറ്റില്ല. ടീച്ചറിന് വിട്ടേ പറ്റൂ. ഈ കൊച്ചിന്റെ അച്ഛനും അമ്മയും രാവിലെ ജോലിക്ക് പോയപ്പോൾ കൊച്ചിനെ സ്കൂളിൽ ഒരുക്കി വിട്ടതാണ്. ആ അച്ഛനും അമ്മയും വിചാരിക്കുന്നത് കൊച്ചി ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഈ സ്കൂളിൽ ടീച്ചേഴ്സിന്റെ മുന്നിലുണ്ടെന്നാണ്. എന്നാൽ ടീച്ചർ നിർബന്ധിതയാവുകയാണ് ഈ കുട്ടിയുടെ ആർത്തവുമായി ബന്ധപ്പെട്ട് കുട്ടിയെ സ്കൂളിന് പുറത്തു വിടാൻ. കുട്ടി സ്കൂളിന് പുറത്തു പോകുന്നു. ഈ കുട്ടി സ്കൂളിൽ നിന്ന് പുറത്തു പോയാൽ വീട്ടിൽ തന്നെ പോകുമെന്ന് ഇന്നത്തെ കാലത്ത് എന്താണ് ഉറപ്പ്? നമ്മൾ ഒരു അച്ഛനമ്മമാരും മക്കളെ പോയി നശിച്ചു പോകുന്നു പറഞ്ഞുകൊണ്ടല്ല വളർത്തുന്നത്. എല്ലാവരും നല്ല പാഠം പഠിപ്പിച്ച് തന്നെയാണ് വളർത്തുന്നത്. ഒരു അച്ഛനമ്മമാരും മോശമായിട്ട് പോകാൻ പഠിപ്പിക്കുന്നില്ല, ഒരു ടീച്ചേഴ്സും മോശമാകാൻ പോയി പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഗർഭകഥകളൊക്കെ എന്താ? പിള്ളേരെ പിടിച്ചോണ്ട് പോയവർ എത്ര കഥകൾ നമ്മൾ കേട്ടിരിക്കുന്നു, ഒളിച്ചോടി പോയത് എത്ര കേട്ടിരിക്കുന്നു, 3ന്റെ അന്ന് കരഞ്ഞുകൊണ്ട് വന്നത് എത്ര നമ്മൾ കണ്ടിരിക്കുന്നു. വീണ്ടും വിചാരമില്ലാത്ത പ്രായമുള്ള കൊച്ചുങ്ങളാ ഇതൊക്കെ. അവരും വരുമരായികൾ അറിഞ്ഞു വെച്ചോണ്ട് ചെയ്യുന്നതല്ല, അപ്പോഴത്തെ ഒരു തോന്നലാണ്. അതൊരു രസം അങ്ങ് ചെയ്യുന്നു. ഈ വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴായിരിക്കും അച്ഛനമ്മമാർ അറിയുന്നത് കുട്ടി വീട്ടിലെത്തിയിട്ടില്ല എന്ന്. അപ്പോഴാണ് ടീച്ചർ അറിയിക്കുന്നത്. അപ്പൊ ചില സമയങ്ങളിൽ അപ്പൊ ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലേ എന്ന് തോന്നാം. എല്ലാ പേരൻസിനും ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം ഫോണും വെച്ചുകൊണ്ടിരിക്കുന്ന അവരൊന്നും അല്ലല്ലോ. ചില സ്ഥലങ്ങളിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥാപനങ്ങളുണ്ട്. അവിടെയാണെങ്കിൽ ടീച്ചേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ അവർക്ക് അറിയിക്കാൻ പറ്റും കുട്ടി സ്കൂളിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട് എന്നുള്ളത്. ഇനി അക്കാഡമിക്സിലേക്ക് വരാം. അതും ഇതുപോലെ തന്നെ.
3 ദിവസത്തെ ക്ലാസ് ആണ് പോണത്. അപ്പൊ ഈ 3 ദിവസത്തെ കുട്ടികൾക്കുള്ള ക്ലാസ് ഒരു കുട്ടിക്ക് ഇന്ന്, ഒരു കുട്ടിക്ക് നാളെ, ഒരു കുട്ടിക്ക് മറ്റന്നാൾ. അപ്പൊ ഡിഫറെന്റ് പോർഷൻസ് ആണ് പെൻഡിങ് ആവുന്നത്. ഒരു പോർഷനാണ് പെൻഡിങ് ആവണമെങ്കിൽ ശരി, എല്ലാ ടീച്ചേഴ്സും കൂടി ഏതെങ്കിലുമൊക്കെ 1 hour അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പഠിപ്പിക്കാന്ന് വെക്കാം. ഈ 40 പിള്ളേരുള്ള ക്ലാസ്സിൽ 40 പിള്ളേർക്ക് 40 ദിവസം ആർത്തവം വരുന്ന സമയത്ത് ടീച്ചേഴ്സ് എങ്ങനെ ഈ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും? അവർക്കും പറ്റില്ല. അപ്പൊ ഈ കുട്ടികൾക്കും പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്, ടീച്ചേഴ്സിന് പഠിപ്പിക്കാനും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിന്റെ ഒക്കെ ഒരൊറ്റ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ സ്കൂളുകളിൽ ഈ ആർത്തവമായിട്ട് ബന്ധപ്പെട്ട ദിവസങ്ങളിൽ കുട്ടികൾക്ക് സൗകര്യങ്ങൾ കൂട്ടുക എന്നുള്ളത് മാത്രമാണ് ഒരു കാര്യം. അതിന് നല്ല പൈസ ചെലവുണ്ട്. അതാണ് സർക്കാർ ചെയ്യേണ്ടത്. അത് ചെയ്യേണ്ടാതെ 1 രൂപ പോലും കൈ നനയാതെ കൊച്ചുങ്ങളെ അങ്ങ് വീട്ടിൽ ഇരുത്തി കളഞ്ഞാൽ വലിയ സംഭവമായി മാറി എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വിചാരം. അങ്ങനെയല്ല, പാഡുകൾ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസ് വയ്ക്കുക, കുട്ടികൾക്ക് പാഡുകൾ യഥേഷ്ടം കിട്ടാവുന്ന സാഹചര്യങ്ങൾ ഒരുക്കുക, കുട്ടികൾക്ക് ഇനി വിശ്രമിക്കണമെന്ന് വേണമെങ്കിൽ സ്കൂളിൽ അതിനുള്ള വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒന്ന് കിടക്കണമെന്ന് തോന്നിയാൽ കിടക്കാനുള്ള ഒരു സ്ഥലം സ്കൂളിൽ അറേഞ്ച് ചെയ്യുക. ഇതൊക്കെയാണ് സർക്കാർ ചെയ്യാനുള്ളത്. പീരീഡ്സ് എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമാണ്, കുട്ടികളെ ഭയപ്പെടുത്തുകയല്ല വേണ്ടത്. ഞാൻ പറഞ്ഞത് നോർമൽ പീരീഡ്സ് എന്ന് പറയുന്നതും ഈ പറഞ്ഞ ഭയങ്കരമായി സിവിയർ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതും രണ്ടാണ്. ഒന്ന് മെഡിക്കൽ കണ്ടീഷനും ഒന്ന് നോർമൽ അവസ്ഥയുമാണ്. ആ നോർമൽ അവസ്ഥയിലുള്ള കുട്ടികളെ ആർത്തവം എന്ന് പറയുന്നത് ഒരു നോർമലൈസ് ചെയ്ത് വിടേണ്ടതിന് പകരം ആ കുട്ടികളെ ഭയപ്പെടുത്തുകയല്ല ചെയ്യാനുള്ളത്.